ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചേനപ്പേരുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ചേനത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 400 ഗ്രാം ചേനയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഇതേപോലെ. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുന്നത്. ചേന ഞാൻ കഴുകിയതിന് ശേഷം മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഞാനൊരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ പാകത്തിനുള്ള വെള്ളവും കൂടി വെച്ച് ഒന്നത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരട്ടെ. ചേന വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള ചമ്മന്തി ഒന്ന് ഒതുക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് കട്ട് ചെയ്താക്കണതാണ്. പിന്നെ ഒരു 3-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടി ഒരു കഷ്ണം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. മുളകും ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയുടെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചേന വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടതാണ്. ഇതിലേക്കുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങയും കൂട്ടി നല്ലപോലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ. നമ്മൾ ചമ്മന്തിക്കൊക്കെ ഒതുക്കിയെടുക്കൂല, അതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമുക്കിത് മാറ്റി വെക്കാം. ചേനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഉണ്ട് കേട്ടോ. ഈ വെള്ളം ഞാൻ ഊറ്റിക്കളയും കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം നമുക്ക് കുറച്ച് ഊറ്റിക്കളയാം. എന്താണെന്ന് വെച്ചാൽ ഒരു ചൊറിച്ചിലുള്ള ഇതാണെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊന്ന് പോകാൻ വേണ്ടിയാണ്. ഈ ചില ചേനക്കൊന്നും ചൊറിച്ചിലുണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിക്കളയാം. ഇതിപ്പോൾ ഞാനിത് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഇടുന്നുണ്ട്. നടുഭാഗം കണ്ട ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയിലെ ചമ്മന്തിയുടെ മിക്സ് അത് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ സെൻറ്റർ ഭാഗത്തേക്ക്. ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേന കൊണ്ട് ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ചേനയും ആ തേങ്ങ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, മീഡിയത്തിൽ നിന്ന് കുറച്ചും കൂടിയും കുറവാക്കിയാൽ മതി കേട്ടോ. ലോ അതിന് കുറച്ച് കൂട്ടിയും വെച്ചുങ്ങായിട്ടും എന്ന് വെച്ചാൽ കുറച്ച് ഇതിൽ വെള്ളത്തിൻ്റെ ഇതുണ്ട്, അപ്പം അടുക്കി പിടിക്കുകയുമില്ല. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കണം കേട്ടോ, ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇതൊന്ന് സെറ്റായി വരട്ടെ. ഒരു 2 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ വെക്കാം. ഇതിപ്പോൾ 1-2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചേനയും തേങ്ങ ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വരണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊന്ന് കാച്ചി വയ്ക്കാം. കറി താളിച്ച് വയ്ക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ.
ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇപ്പോഴത്തെ ഫ്ലെയിം നിർത്തി കൊടുക്കാം. നമുക്ക് ആ ചേനപ്പേരിക്ക് മാറ്റത് ഒഴിച്ചു. ഇപ്പൊ നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നമുക്കിതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ആ വെളിച്ചെണ്ണയും ചേനടക്കായ ഇതും കൂടി ഒന്ന് യോജിച്ച് വരണവരെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് അപ്പൊ ഒന്ന് സെറ്റ് ആയിക്കോളത്. 1-2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുത്താൽ ഇത് സെറ്റ് ആയിക്കോളും. ആ വെളിച്ചെണ്ണ ഒന്ന് എല്ലായിടത്തും കായി വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വെക്കണം. ഇതിപ്പോ 1-2 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ട് നല്ല മണവും വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് നല്ല പോലെ ഒന്ന് ഇറക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ചേനപ്പേരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.